വി.ഡി. സതീശൻ്റെ 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണശാല ഇടത് സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച 300 കോടിയുടെ പദ്ധതി ഒപ്പിട്ടത് ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ കപ്പൽ നിർമ്മാണ പദ്ധതി എന്ന് സംസ്ഥാന സർക്കാർ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ ഇൻവെസ്റ്റ് കേരളയിൽ പ്രഖ്യാപിച്ച നിക്ഷേപം. ടാറ്റയുടെ സബ്സിഡിയറി കമ്പനിയായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊച്ചിയിൽ ചെറു കപ്പലുകളുടെ നിർമ്മാണ അറ്റകുറ്റപ്പണികൾക്കായുള്ള യൂണിറ്റ് തുടങ്ങാൻ ഇൻവെസ്റ്റ് കേരളയിൽ താൽപ്പര്യപത്രം ഒപ്പിട്ടിരുന്നു. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ ഈ വർഷം ഫെബ്രുവരി 12-നും ആർട്സ് ആൻഡ് ഗ്രൂപ്പ് ഒപ്പിട്ടു. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് പദ്ധതി വരുന്നത്. ബ്ലൂംബർഗ് അഭിമുഖത്തിൽ ടാറ്റയുടെ 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മിഷൻ സമുദ്രയുടെ ആകെ പ്രതീക്ഷിക്കുന്ന നിക്ഷേപ സാധ്യതയെന്നാണ് സർക്കാർ വിശദീകരണം. ഇതിൻ്റെ ഭാഗമായാണ് ടാറ്റയുടെ ഭാഗമായ സബ്സിഡിയറി കമ്പനിയുടെ നിക്ഷേപ പദ്ധതിക്ക് സൗകര്യമൊരുക്കിയതെന്നും സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്തെ ധാരണയായതാണ് ഈ പദ്ധതി. 2025 ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഗമത്തിൽ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈ പദ്ധതിയുടെ താൽപ്പര്യപത്രം ഒപ്പിട്ടിരുന്നു. തുടർന്ന് മലബാർ സിമന്റ്സുമായുള്ള സംയുക്ത സംരംഭ കരാറിൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പിട്ടു. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ മലബാർ സിമന്റ്സിൻ്റെ കൈവശമുള്ള 7 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി വരുന്നത്. 100 ടണ്ണിൽ താഴെയുള്ള ചെറിയ കപ്പലുകളുടെയും ബോട്ടുകളുടെയും നിർമ്മാണ യൂണിറ്റും അറ്റകുറ്റപ്പണികൾക്കായുള്ള കേന്ദ്രവുമാണ് തുടങ്ങുന്നത്. കൊച്ചി പോർട്ട് ട്രസ്റ്റിൽ നിന്നും മലബാർ സിമന്റ്സ് വർഷങ്ങൾക്ക് മുൻപ് പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് പദ്ധതി വരുന്നത്. 300 കോടിയാണ് നിക്ഷേപം. മിഷൻ സമുദ്രയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഷിപ്പ് ബിൽഡിംഗ് ഇക്കോസിസ്റ്റം രൂപീകരിക്കാനുള്ള ആദ്യപടിയായാണ് പദ്ധതിയെ സർക്കാർ വിശേഷിപ്പിക്കുന്നത്. ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്ത് ധാരണയായ പദ്ധതിയെ UDFൻ്റെ മിഷൻ സമുദ്രയുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്നതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് LDF നീക്കം. ടാറ്റ പദ്ധതി 300 കോടിയുടെ മാത്രം നിക്ഷേപത്തിൽ ഇൻവെസ്റ്റ് കേരളയിൽ ഒപ്പിട്ടു. മലബാർ സിമന്റ്സുമായി സഹകരിച്ച് ഈ വർഷം ഫെബ്രുവരിയിൽ സംയുക്ത കരാറിൽ ഒപ്പിട്ടതാണെന്നും ഇടത് സർക്കാരിൻ്റെ പദ്ധതിയെ മിഷൻ സമുദ്രയുടെ ഭാഗമാക്കിയുമെന്നാണ് പറയുന്നത്. ഏതായാലും കേരളത്തിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് പദ്ധതിയില്ലെന്ന് മുഖ്യമന്ത്രിയെ തള്ളി ടാറ്റ ഗ്രൂപ്പ്. അത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്നും 10,000 കോടിയുടെ നിക്ഷേപത്തിന് പദ്ധതിയില്ലെന്നും സർക്കാരിനോട് താൽപ്പര്യം അറിയിച്ചിട്ടില്ലെന്നും ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പദ്ധതിയെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ നടന്നെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ ഭാഗമായി നടന്ന മാരിടൈം കോൺക്ലേവിലായിരുന്നു വമ്പൻ വികസന പദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനം. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട് അത്ഭുതം തോന്നിയെന്ന മട്ടിലാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രതികരണം വരുന്നത്. ഇത്തരമൊരു ചർച്ചയും നടന്നിട്ടില്ല. കപ്പൽ നിർമ്മാണശാല എന്ന പദ്ധതി ടാറ്റ ഗ്രൂപ്പിനില്ല. കേരളത്തിലെന്നല്ല ദക്ഷിണേന്ത്യയിൽ എവിടെയും 10,000 കോടിയുടെ നിക്ഷേപത്തിന് ആലോചിച്ചിട്ടില്ലെന്നുമാണ് പ്രതികരണം. മുഖ്യമന്ത്രി ആധികാരികമായി നടത്തിയ വികസന പ്രഖ്യാപനം അടിസ്ഥാനരഹിതമെന്ന ചർച്ചയാണ് ഈ പ്രതികരണത്തോടെ ശക്തമായിരിക്കുന്നത്.